പ്രേക്ഷകരെ ആദ്യം തന്നെ പോകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിലേക്കാണ്. നെയ്യാറ്റിൻകര സ്വദേശി രാജേഷാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ വൻ പ്രതിഷേധമുയരുകയാണ്. ആരോഗ്യമന്ത്രി വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. രാജേഷിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമ, ഇതാദ്യമായിട്ടല്ല നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ ഇത്തരമൊരു ആരോപണങ്ങൾ ഉയരുന്നത്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ അവിടുത്തെ ഡോക്ടർമാരെ, ആരോഗ്യ പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി എന്താണ് സംഭവിച്ചത്? നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ശ്യാമ. ഇപ്പോഴത്തെ നെയ്യാറ്റിൻകര ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ രാജേഷിൻ്റെ മരണം. എന്തായാലും നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സ്ഥലത്തെ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാം തന്നെ പ്രതിഷേധമുണ്ട്. BJP പ്രവർത്തകരെല്ലാം തന്നെ സംഘടിച്ച് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസ് CPM പ്രവർത്തകരെല്ലാം തന്നെ ചേരിതിരിഞ്ഞുകൊണ്ട് ഇവിടെ എത്തി ആക്രോശങ്ങളുമായി ഇപ്പോൾ നിൽക്കുന്നു. ഇപ്പോൾ റോഡിലേക്ക് ഈ സംഘർഷം CPM കോൺഗ്രസും ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. വൈകിട്ട് 6:50 ഈ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന് സമീപത്തെ രാജേഷിനെ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നത്. ഒപ്പം സുഹൃത്താണ് രാജേഷിനൊപ്പം വരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും താൽക്കാലിക ജീവനക്കാരൻ, സെക്യൂരിറ്റി ജീവനക്കാരൻ ഇദ്ദേഹത്തോട് വരി നിൽക്കാൻ ആവശ്യപ്പെട്ടു. OP ടിക്കറ്റ് എടുക്കാൻ വരി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനിടെ വരി നിന്ന് OP ടിക്കറ്റ് വാങ്ങിയ ശേഷം ECG ടെക്നീഷ്യനെ കാണാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചു. ECG ടെക്നീഷ്യൻ നിർദ്ദേശാനുസരണം ഇവിടെയും എത്തി. വരി നിന്ന ഇടയിലാണ് 15 മിനിറ്റിനു ശേഷം രാജേഷിന് മരണം സംഭവിക്കുന്നത്. ഇതിൽ ആണ് ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടയിലാണ് CPM കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചേരിതിരിഞ്ഞ് ആശുപത്രിക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കയ്യാങ്കളി ഇപ്പോൾ റോഡിലേക്കും മാറിയിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇടപെട്ട് ഇരു കൂട്ടരെയും ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസിന് നേരെയും പ്രവർത്തകർ തട്ടിക്കയറാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. CPM കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുന്ന ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയാണ്. പോലീസ് ഇടപെട്ടാണ് ഇരു കൂട്ടരെയും ശാന്തരാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് CPM പ്രവർത്തകരാണ് ഇപ്പോൾ സ്ഥലത്ത് ഇപ്പോൾ സംഘർഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. പരസ്പരം ആരോപണങ്ങളുമായിട്ടാണ് ആശുപത്രിക്കെതിരെയുണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് CPM ആണെന്നും കോൺഗ്രസ് ആണെന്നുമുള്ള മറിച്ച് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇരു കൂട്ടരും ഇപ്പോൾ നിലയുറച്ചിരിക്കുന്നത്. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇരു കൂട്ടരും ഇപ്പോൾ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ശ്യാമ, ഇതൊരു പ്രതിഷേധമല്ലല്ലോ, ഇതൊരു എന്താ ഇതിന് പറയേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം ഒരാൾ ചികിത്സ കിട്ടാതെ കുഴഞ്ഞു വീണ് അവിടെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആശുപത്രിക്കെതിരെ ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അന്ന് അവരെ സംരക്ഷിച്ചു നിർത്തിയത് അവിടുത്തെ CPM നേതാക്കളാണ്, CPM നേതൃത്വം നൽകിയിരുന്ന സർക്കാരാണ്. ഇപ്പോൾ വീണ്ടും UDF ഭരിക്കുമ്പോൾ വീണ്ടും ആ ആശുപത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടാകുന്നു. ഒരാൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് തമ്മിലടിക്കുന്നത് എന്ത് നാണം കെട്ട പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കണം ശ്യാമ. ഒരു പ്രദേശത്തെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ അവിടുത്തെ രാഷ്ട്രീയക്കാർ നേരിടേണ്ടത്? തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഒരാൾ മരിച്ചു, അയാളുടെ മരണത്തിനെങ്കിലും ഒരു മാന്യത കൊടുക്കണ്ടേ ശ്യാമ? തീർച്ചയായും ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ നേരത്തെയും എല്ലാം തന്നെ ആരോപണങ്ങളുടെ മുന്നിൽ നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ രാജേഷിൻ്റെ മരണം. ചികിത്സാ പിഴവ് ആണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ച നാട്ടുകാരെല്ലാം തന്നെ രാജേഷിനൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ചികിത്സാ പിഴവ് തന്നെയാണ് ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിലവിലെ സംഭവസ്ഥിതികളെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും CCTV ക്യാമറകളുണ്ട്. താൽക്കാലിക ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നാണോ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുകയും ചെയ്തത്. ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അല്പസമയം മുമ്പ് അദ്ദേഹം വിശദമാക്കുകയും ചെയ്തത്, അതായത് ആശുപത്രി സൂപ്രണ്ടിനോട് നാളെ തന്നെ റിപ്പോർട്ട് നൽകാനാണ് വകുപ്പ് മന്ത്രി കൂടിയായ K. മുരളീധരൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ രാജേഷിൻ്റെ മരണമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. എന്തായാലും പ്രജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നേരത്തെ തന്നെ CPM അടക്കമുള്ള ആളുകൾ ഈ ജനറൽ ആശുപത്രിയുടെ ഭരണസമിതിയിലേക്ക് അടക്കം വരുമ്പോഴേക്കും കടുത്ത ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. ആംബുലൻസ് ലഭിക്കാതെ രോഗി മരിച്ച സംഭവങ്ങളെല്ലാം തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി രാജേഷിൻ്റെ മരണവും കൂടി ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ ഒരു വലിയൊരു പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. പ്രജിത്ത്. ശ്യാമ, നമുക്ക് ഈ പ്രദേശവാസികളായ, അതായത് ഈ
മരിച്ച ആളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ പ്രദേശവാസികൾ അവരുടെ ഒരു പ്രതികരണം കിട്ടുന്നുണ്ടോ? കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരമൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഈ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരോടൊക്കെ നിലപാടുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ളൊരു സ്കോപ്പ് കാണുന്നില്ല. പ്രത്യേകിച്ച് UDF-ഉം CPM-ഉം കോൺഗ്രസും ചേരിതിരിഞ്ഞ് അവിടെ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ ബന്ധുക്കൾക്കൊക്കെ അല്ലെങ്കിൽ രാജേഷിൻ്റെ നാട്ടുകാർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ ഇവിടെ എത്തിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊരു താൽക്കാലിക ജീവനക്കാരിൽ മാത്രം തലയിൽ ചാർത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവിടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ് എല്ലാ തവണയും ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി അധികൃതരെ സംരക്ഷിക്കുന്നതാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. ശ്യാമ, പ്രയത്തെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഈ പ്രതികരണം തേടിയിരുന്നു. അതെല്ലാം തന്നെ നമ്മൾ അവിടെ PCR-ലടക്കം എത്തിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാജേഷിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. രാജേഷിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറിയിരിക്കുകയാണ്. എന്തായാലും സുഹൃത്തുക്കളെല്ലാം തന്നെ എന്താണ് രാജേഷിനെ ഇവിടെ കൊണ്ടുവരുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് ആശുപത്രിയുടെ ഭാഗത്ത്? ഈ ആശുപത്രി തൊട്ടടുത്തുള്ളൊരു പയ്യനാണ് രാജേഷ് കുമാർ. 54 വയസ്സേ ആയുള്ളൂ. അയാൾ നെഞ്ചുവേദന എടുത്ത് അയാൾ വേറൊരു പയ്യൻ ഇവിടെ കൊണ്ടുവരുന്നു. നെഞ്ചുവേദന എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് 2 സെക്യൂരിറ്റിക്കാരന്മാർ ഇവിടെ ഉണ്ട്. ക്യൂ ഉണ്ടായിരുന്നു, പേഷ്യൻ്റെ ക്യൂ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറാണ് ഇവിടെ ഉള്ളത്. ആ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ സാധാരണ നമ്മൾ അടിയന്തരമായിട്ട് ഒരു രോഗി പെട്ടെന്ന് വന്നാൽ എത്ര സെക്യൂരിറ്റി ആണെന്നാലും ആ ഡോക്ടറെ കാണാൻ വേണ്ടി കയറ്റി വിടാറുണ്ട്. പക്ഷേ ഇവിടെ ആ സെക്യൂരിറ്റിക്കാർ ചെയ്തത് അയാളെ തടഞ്ഞു വയ്ക്കുകയും നിങ്ങളിപ്പോൾ കയറ്റി വിടാൻ പറ്റില്ല, ഇത്രയും രോഗികളുള്ളൂ എന്ന് പറയുകയും ഈ രോഗി എന്നെ പറയണം എനിക്ക് അടിയന്തരമായിട്ട് ചികിത്സ വേണം, എനിക്ക് നെഞ്ചുവേദന എടുക്കുകയാണ്, ഞാൻ മരണത്തെ മല്ലിട്ട് നീക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ പറയാണ്. എന്നിട്ട് പോലും ആ സെക്യൂരിറ്റിക്കാർ ഈ രോഗിയെ കയറ്റി വിടാതെ നീ ആ സ്റ്റോളിലോട്ട് ഒടിയിടുന്ന ഗുണ്ടായുസ രീതിയിൽ അയാളോട് പെരുമാറി ഇയാൾ പേടിച്ച് അവിടെ ചെന്ന് ആ സ്റ്റൂളിലിരുന്ന് നെഞ്ചുവേൽ പിടിച്ചുകൊണ്ടിരുന്ന് കുഴഞ്ഞിരുന്ന് 10 മിനിറ്റോളം അങ്ങനെ വേദന എടുത്ത് വീണ്ടും പറയാണ് ഡോക്ടർ എന്നെ അകത്ത് കയറ്റെന്ന് പറഞ്ഞ് ഇയാൾ സെക്യൂരിറ്റിക്കാർ അയാളകത്ത് കയറ്റാതെ ഇയാൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് അവിടെ ആ സ്റ്റൂളിൽ നിന്നും താഴേക്ക് കുഴഞ്ഞു വീഴുന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനിടയ്ക്ക് അയാൾ പറയുന്നത് എന്നാൽ ഒന്ന് ECG നിങ്ങൾ തന്നെ എടുക്കും. ECG എടുക്കാൻ പറഞ്ഞ സമയത്ത് ആ ECG എടുക്കുന്ന ആ കുട്ടി പറയും നിങ്ങൾ ECG എടുക്കാൻ പൈസ അടച്ചാൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും അയാൾ പറയണം എനിക്ക് നെഞ്ചുവേദന എടുക്കണം, ECG എടുത്തൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടും ആ ECG എടുത്താൽ പൈസ അടച്ചാലേ ECG എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ ബെഞ്ചിൽ കയറി ഇരുന്ന് ഒരു 10 മിനിറ്റോളം അയാൾ മരണവേദനയിൽ നേരിട്ട് മരണത്തെ കണ്ടുകൊണ്ട് അയാൾ മരിക്കുകയാണ് ഉണ്ടായത്. പ്രയത്തെ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ വിശദീകരണമാക്കിയത്. അതായത് ഇത്തരത്തിൽ രാജേഷിനുണ്ടായ ദുരനുഭവം, ആ ദുരനുഭവമാണ് ഇപ്പോൾ വിവരിച്ചത്. എന്തായാലും കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ഇവിടെ എത്തുകയും ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ വരി നിൽക്കാൻ OP ടിക്കറ്റൊക്കെ അടക്കം എടുക്കാനായിട്ട് വരി നിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ECG ടെക്നീഷ്യന് മുമ്പിലേക്ക് എത്തുകയും രാജേഷ് എത്തുകയും ECG ടെക്നീഷ്യനും ഇത്തരത്തിൽ ചികിത്സയ്ക്കായി ഇത്തരത്തിൽ പണമടയ്ക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അത്രത്തോളം വലിയൊരു സമയമാണ് ഇവിടെ നഷ്ടമാകുകയും ചെയ്തത്. ആ ഒരു സമയത്താണ് രാജേഷിന് മരണം സംഭവിച്ചത്. എന്തായാലും രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബന്ധുക്കളും ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. പ്രധാനമായും രാജേഷിനെ കൊണ്ടുവന്ന ആളുകളാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് വൈകിട്ടോടുകൂടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ അരങ്ങേറിയത്. പ്രജിത്ത്. ഓക്കെ, ശ്യാമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് കടുത്ത നെഞ്ചുവേദനയുമായി ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നു. അവിടെ വെച്ച് അവിടെ കാണുന്ന അല്ലെങ്കിൽ രോഗികളെയൊക്കെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റിയോട് പറയുന്നു എനിക്ക് വലിയ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, എന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കണമെന്ന്. പക്ഷേ ആ പറയുന്ന സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോ പറയുന്നു താൻ തൽക്കാലം അവിടെ ഇരി, എല്ലാവരെയും പോലെ താനും വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. ഒടുവിൽ അയാൾ നിൽക്കാൻ പോലും കഴിയാതെ നെഞ്ചുവേദന നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ ആ ആശുപത്രിയിലെ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പക്ഷേ ഒരു 5 മിനിറ്റ് മുൻപ് അയാളെ ആ ആശുപത്രിക്കുള്ളിലേക്ക് കടത്തിവിട്ടിരുന്നെങ്കിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുകയില്ലായിരുന്നു, അവിടെ രാജേഷിൻ്റെ മരണം സംഭവിക്കുകയില്ലായിരുന്നു. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അനാരോഗ്യ കേരളവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഇന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ രാജേഷിൻ്റെ മരണം.